ഹായ് ഫ്രണ്ട്സ്, ബിഗിനേഴ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റൊരു ഫാം വിശേഷങ്ങളായിട്ടാണ് ഇന്ന് എത്തിയത്. നമ്മുടെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫാമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ മഡ് ക്രാബിന്റെ ഒരു കിടിലൻ ഫാമിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്ന് ഭാഗത്താണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്കിന്ന് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താം. നേരെ അങ്ങോട്ട് പോയാലും ഫ്രണ്ട്സ്, നമ്മുടെ കൂടെയുള്ള വൈശാഖ് ബ്രോ ആണ്. വൈശാഖ് ബ്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരു 12 വർഷത്തെ ബന്ധല്ലേ, 12 വർഷത്തെ ബന്ധമാണ്. അപ്പം ഇപ്പോ ഏകദേശം നമ്മളിപ്പോ ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നും പിന്നെ അതേമാതിരി തന്നെ ഇവിടെ എന്തൊക്കെയാ ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, മറ്റേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് എത്ര വർഷം ഇവിടെ ഇപ്പൊ ഏകദേശം തുടങ്ങിയിട്ട്? ഇവിടെ വർഷമായിട്ടില്ല. ഞാന് മസ്കറ്റിലായിരുന്നു. അപ്പൊ ഞാനത് നാട്ടിൽ വന്നതിന് ശേഷം തുടങ്ങിയാണ്. 7 മാസമായിട്ടുള്ളൂ. 7 മാസമായിട്ടുള്ളൂ. അപ്പൊ ഇതിലേക്ക് വരാനുള്ള എന്തെങ്കിലും കാര്യം എന്തെങ്കിലും? വരാനുള്ള നമ്മള് പുറത്തായിരുന്നു. അപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ട് തുടങ്ങിയാണ്. അങ്ങനെ അധികാരം ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ഇല്ല, കാരണം വെച്ചാൽ അധികവും ഫാം റിലേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് അധികവും ഗപ്പി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർണമെന്റൽ ഫിഷസ്, അതൊക്കെയാണ് കൂടുതലായിട്ടില്ല. മഡ് ക്രാബ് അധികവും ആരും കുറവാണ്, വളരെ കുറവാണ്. അപ്പൊ ഇതിന്റെ സാധ്യതകളൊക്കെ അന്വേഷിച്ച് നോക്കി കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം റേറ്റും കാര്യങ്ങളെല്ലാം എന്തായാലും കിട്ടും ചെയ്യും. ശരി ശരി. ഇത് എവിടെയാ വരുന്നത് ശരിക്കും? ലൊക്കേഷൻ വരുന്നത് നമ്മൾ മലപ്പുറം ജില്ലയില് പരപ്പനങ്ങാടിക്ക് അടുത്ത് വള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം. വള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലെ. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ക്ലാസ് സംബന്ധമായിട്ട് നമുക്ക് ഒന്ന് പഠിക്കണം, കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലാസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ നമുക്ക് സാധാരണ ഇതിപ്പം കടൽ വെള്ളത്തിലാണ് ചെയ്യാം, അല്ലെങ്കിൽ പുഴവെള്ളം. ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് പറ്റില്ല. എല്ലാവർക്കും ഈ കടൽ വെള്ളം പുഴവെള്ളം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മൾ ഇതിന്റേതായ മിനറൽ മിക്സ് നമ്മൾ കലക്കിയിട്ട് ചെയ്യും. നിലവിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് മിനറൽ മിക്സും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കൂടുതൽ പറഞ്ഞ് ഇങ്ങനെ ബോറടിപ്പിക്കണ്ട, നമുക്ക് നേരെ അതിലേക്ക് അങ്ങോട്ട് പോയാലോ. എന്നാല് മഡ് ക്രാബിനെ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം അല്ലെ. അതായത് നമുക്കിപ്പം ഇതിലിപ്പോ ആ ഒരു വെറൈറ്റിയിൽ വരുന്ന സമയത്ത് ഓരോ സെക്ഷൻ ബേസ് ആയിട്ടാണല്ലോ വരുന്നത്, കാറ്റഗറിയാണ് വരുന്നത്. അങ്ങനെയാ കാറ്റഗറി ഒക്കെ വരുന്നത്? 4 കാറ്റഗറിയാണ് ഉള്ളത്. നമുക്ക് മീഡിയം, ബിഗ്, എക്സൽ, ഡബിൾ എക്സൽ എന്നുള്ള 4 കാറ്റഗറികൾ. അപ്പൊ ഈ 4 കാറ്റഗറിക്കും ക്രാബിന്റെ പ്രൈസിൽ മാറ്റമുണ്ട്, വ്യത്യാസമുണ്ട്. നമ്മൾ മീഡിയം ആണെങ്കിൽ നമുക്കിപ്പോ ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ ഒരു 800 കിട്ടും കിലോക്ക്. അതിപ്പോ വന്നിട്ട് ബിഗ് ആകുമ്പോൾ ഇതിന് 1000, 1200 രൂപ എടുത്ത്. പിന്നെ എക്സൽ ആകുമ്പോൾ ഒരു 1500 മുകളിലേക്ക്, ഡബിൾ എക്സൽ ആകുമ്പോൾ 2500 മുകളിലേക്ക്. ഇതിനെക്കാട്ടും കൂടുതൽ പ്രൈസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ലേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതായത് ശരിക്കും ഇങ്ങനെയാണ് കാറ്റഗറി വരുന്നത് അല്ലെ, അല്ലാതെ അതിന്റെ കളറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല, വെയിറ്റിനെയാണ്, അതിന്റെ വെയിറ്റ് ആണ് ശരിക്കും കാറ്റഗറി വരുന്നത് അല്ലെ. നമുക്ക് ആ മീഡിയം കാറ്റഗറിയുള്ള ഫസ്റ്റ് തന്നെ ഒന്ന് കാണിച്ചു കൊടുത്താലോ? നിലവിൽ ഇപ്പൊ കാണിച്ചു കൊടുക്കാം. പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പൊ എത്ര ഉണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാൻ? ഇപ്പൊ എന്തായാലും സ്റ്റോക്ക് ഇപ്പൊ കുറവാണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്നു, ഇതിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മഡ് ആവണനുസരിച്ച് നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ വാട്ടർ നമ്മൾ പർച്ചേസ് ചെയ്യാം. പണിത്തിരക്കൊക്കെ അതിനെ കൊണ്ട് ഇപ്പൊ എടുക്കാൻ പോലും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 22, 23 ഇപ്പൊ ഉള്ളൂ. ഈ മഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ? മഡ് നമ്മൾ ചെക്ക് ചെയ്യും. അത് നമുക്കൊന്ന് കാണാനല്ലേ. നമുക്ക് നല്ല ആ മീഡിയം കാറ്റഗറിയിലുള്ള ഫസ്റ്റ് ഒന്ന് കണ്ടുപോകാം. നമ്മൾ പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ വെച്ചിട്ട് നമ്മളിപ്പോ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇതേത് മീഡിയം കാറ്റഗറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. 350 ഗ്രാമിന്റെ മുകളിലേക്കുള്ള മീഡിയം കാറ്റഗറി. ഒരു 550 ഗ്രാം വരെയുള്ള മീഡിയം കാറ്റഗറി. നമ്മൾ വെയിറ്റ് ഒക്കെ ഇതാക്കി അതിന് കൃത്യമായിട്ട് ഇതാക്കിയിട്ടൊക്കെയാണ് നമ്മൾ നിലവില് വാട്ടർ ക്രാബിന് എടുക്കാം. വാട്ടർ ക്രാബ് എന്ന് പറയുമ്പോൾ ഒരു മോൾട്ടിംഗ് സ്റ്റേജ് കഴിഞ്ഞ ഞണ്ടിനെയാണ് വാട്ടർ ക്രാബ് എന്ന് പറയാം. അപ്പൊ ഉള്ളില് ഈ മസിൽസും കാര്യങ്ങളും കാമ്പൊന്നും ഉണ്ടാവില്ല. അത് നമുക്ക് കുറഞ്ഞ റേറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ സിസ്റ്റത്തിലിട്ട് വേണ്ട രീതിക്ക് ഫുഡ്, മിനറൽസും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ഉള്ളിൽ കാമ്പ് വെപ്പിക്കും. അപ്പോഴാണ് ഫാറ്റിംഗ് എന്നാണ് ആ ഒരു പ്രോസസ്സിനെ പറയാം. അതാണ് സംഭവം. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുക, ഇവിടുത്തെ ഷെല്ല് നമ്മൾ ചെക്ക് ചെയ്യുക. ഈ ഷെല്ല് ഇവിടെ നമ്മളിങ്ങനെ കൈ പ്രസ് ആവുന്നുണ്ടെങ്കിൽ വാട്ടറാണ്, ഉള്ളിൽ കാമ്പും കാര്യങ്ങളും സെറ്റ് അല്ല. അപ്പൊ ഇത് അത്യാവശ്യം നല്ല ഞെക്കിട്ട് ഞെങ്ങില്ല എന്നുണ്ടെങ്കിൽ മഡാണ്. അങ്ങനെയാണ് നമ്മൾ മഡ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത് തന്നെ. അപ്പൊ നമ്മളത് ശരിക്കും മാർക്കറ്റില് നമ്മൾ എടുക്കുള്ളൂ, വാട്ടറിന് വില ഇല്ല. അതായത് നോർമൽ ആയിട്ടുള്ള ഇത് എടുക്കുള്ളൂ. പിന്നെ നമ്മൾ മഡ് ആക്കി എടുക്കുക. വാട്ടർ ക്രാബിന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ
ഉള്ളിൽ ഇറച്ചി വെപ്പിച്ചിട്ട് നമ്മൾ കൊടുക്കുക. ഫാറ്റനിങ് ചെയ്യാന്നാണ് അതിനെ പറയാം. ഓഹോ, അതാണ് പരിപാടി. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അത് ഒക്കെ ഓക്കെ ആയി സെറ്റ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് മഡ് എന്നുള്ള ആ ഒരു എത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തേക്ക് ഇതെന്നുള്ള രീതിയിൽ കൊടുക്കും അല്ലേ? ശരി ശരി. ഇതൊക്കെ ഏകദേശം എത്ര ഉണ്ടാവും? ഇതൊരു 450 അടുത്തുണ്ടാവും ഗ്രാം. 450. ഇതിപ്പോ ഇപ്പൊ കൊടുക്കുന്ന സമയത്ത് ഒന്നോ അങ്ങനെയാണോ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഇത് നമ്മള് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ചെറിയ ഗ്രാം എടുത്തിട്ട് നമുക്ക് ഒരിക്കലും 1 കിലോ ആക്കി കൊടുക്കാൻ പറ്റൂല. നമ്മളിത് വാട്ടർ ക്രാബിന് എടുക്കാൻ മഡ് ക്രാബ് ആക്കുക. അതാണ് നമ്മുടെ പരിപാടി. അങ്ങനെയാണല്ലേ? അങ്ങനെയുള്ളൂ. ചെറിയ ഗ്രാമയ്ക്ക് കൂടുന്നു. ഈ പല ആൾക്കാരും 200 ഗ്രാം 300 ഗ്രാം കൂടുന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിലവിൽ ഇന്നേ വരെ അങ്ങനെ കൂടിയിട്ടില്ല. ചെറിയൊരു എമൗണ്ട് കൂടിയിട്ട്, ചിലത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആള് മഡായിട്ടുണ്ട്. അത് മതി, മഡായാൽ വെയിറ്റ് കൂടിയിട്ട് കൊടുക്കുക, അങ്ങനത്തെ ഒരു കണ്ടീഷൻ എനിക്കില്ല. ഈ മഡ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടേക്ക് മഡ് ക്രാബിന് പൈസ നമുക്ക് കിട്ടും അല്ലേ? നമുക്ക് എന്നാലും ഈ ഒരു കാറ്റഗറി നമ്മൾ കണ്ടു. അതിന്റെ നടുവുള്ളതൊന്നും നമുക്ക് കൂടുതലായിട്ട് ഇതാക്കണമെന്നില്ല. നമുക്കൊരു ഡബിൾ എക്സ് അല്ലേ ഏറ്റവും ടോപ്പ് വലിപ്പമുള്ള, അതിനൊന്ന് കണ്ടു വന്നാലോ? അപ്പോ നമ്മൾ പറഞ്ഞ ആശ വന്നില്ലേ? കുറച്ച് കഷ്ടപ്പെട്ടില്ലേ കിട്ടാൻ? കാരണം കൂട്ടുന്നൊക്കെ കുറച്ച് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? കാരണം വലിയൊരു ടൈപ്പ് ആവുന്ന സമയത്ത്. ഇത് 1 കിലോന്റെ മുകളിലുണ്ട്. ഇത് 1 കിലോന്റെ മുകളിലുണ്ട്. ഓക്കെ, ഇത് കൊടുക്കാനായോ? കൊടുക്കാനായിക്കണോ? കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. മഡാണ് ആള്. ഓക്കെ, ഇപ്പൊ 1 കിലോന് എന്ത് റേറ്റ് ഉണ്ട് ശരിക്കും? ഇപ്പൊ 2600 എടുത്തിട്ടുണ്ട്. മുന്നേ 3 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറഞ്ഞതാണോ? അപ്പൊ നമ്മളിപ്പോ അവിടേക്ക് അയക്കുന്ന സമയത്ത് നമുക്കിപ്പോ ആ ഒരു എമൗണ്ട് തന്നെ മുഴുവനായിട്ട് കിട്ടുമോ? നമ്മളിപ്പോ ലോക്കലായിട്ടുള്ള ഷോപ്പിലെ കൊടുക്കുക, അവിടെ ഈ എമൗണ്ട് നമുക്ക് കിട്ടും. ആ എമൗണ്ട് കിട്ടും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ അതിലും കൂടുതൽ അവർക്ക് കിട്ടുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചിട്ടില്ല. നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞ റേറ്റ് കിലോക്ക് 2600 ആണെങ്കിൽ 2600 ആ മാർക്കറ്റ് റേറ്റ് എന്തായാലും നമുക്ക് കിട്ടും. അല്ലാതെ അവരുടേതായിട്ടുള്ള എക്സ്പോർട്ടിങ് ചാർജ് അങ്ങനത്തെ ഒന്നും അവർ ഓൾറെഡി ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന സാധനം, ഞാൻ ഇവിടെ കോഴിക്കോട് ഭാഗത്ത് കൊടുക്കുക, അവര് കോഴിക്കോട് നിന്ന് ചെന്നൈയിലോട്ട് അയക്കും. അവിടെ നിന്നാണ് പിന്നെ ഈ തായ്ലൻഡ്, ജപ്പാൻ, മലേഷ്യക്കുള്ളൊക്കെ അവര് സോർട്ട് ചെയ്തിട്ട് അവര് വിടുക അല്ലേ? ഇതിപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിലവിലിപ്പോ ഈ ഒരു മഡ് ക്രാബ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെയാണ്, അതായത് അതിന്റെ മഡ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് കൊടുക്കുക എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ചോദിക്കുന്നത്, ഇതിന് വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? അതായത് അവരെ എന്തെങ്കിലും വ്യത്യാസങ്ങളോ? അതായത് ഫുൾ നമ്മള് ഇതിന്റെ ഒരു ഫുള്ളായിട്ട് നമുക്കൊരു എമൗണ്ട് കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ കൈയും കാലും പൊട്ട് കാര്യങ്ങൾ വരാൻ പാടില്ല. പിന്നെ ഫ്രണ്ടത്തെ 2 കൈയും ഒരേപോലെ വേണം. ഒരേപോലെ വെച്ചാൽ ഒന്ന് പോയിട്ട് ഒന്ന് പുതിയത് വരുമ്പോ അതിന് ഓയിൽ പീസ് എന്ന് പറയാം. അതിന് റേറ്റ് കുറയും. ഇതിപ്പോ ഓയിൽ പീസ് അല്ല, ഇതിപ്പോ 2 കൈയും സെയിം ഒരേ വലിപ്പത്തിൽ ഉള്ള ഒരു സാധനമാണ്. അപ്പൊ ആ ഒരു ഇതും പിന്നെ അതേമാതിരി തന്നെ മഡും, അത് എന്താ പറയാ, അത് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ആ ഒരു കറക്റ്റ് എമൗണ്ട് കിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അതാണ് ഇതിന് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന, ചെറുപ്പത്തിൽ എടുക്കുന്ന സമയത്ത് ഈ വാട്ടർ ക്രാബ് എടുക്കല്ലോ, ആ സമയത്ത് ഈ ഒരു ഇത് നോക്കുവോ? നമ്മൾ ചെക്ക് ചെയ്യും. ഞാൻ ചെക്ക് ചെയ്യും. കൈ എന്തായാലും ചെക്ക് ചെയ്യും. നമ്മൾ ചെക്ക് ചെയ്യും. കൈ മാത്രമേ കൂടുതലായിട്ട് ചെക്ക് ചെയ്യാണ്ടാവുള്ളൂ അല്ലെ? പിന്നെ നമ്മൾ ഈ അടിയിൽ പാട് കാര്യങ്ങള്, പിന്നെ ക്രാക്ക് എന്തെങ്കിലും, അതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കണം. കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുക അല്ലെ? അത് അതിന്റെ കൂടെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇത് എടുക്കുക അല്ലെ? ഓക്കെ, നമുക്ക് എന്നാലേ ഇവിടെ കൂട്, അതായത് ഇവലെ കൂട് ആ ഒരു സിസ്റ്റം ആണല്ലോ ഓരോ ഇതില് വളരെ കുറഞ്ഞ ഇതില്. ഇതിപ്പം ചെയ്തിരിക്കുന്നത് എന്താ പറയാ, നമ്മുടെ 10 റൂമിന്റെ വലിപ്പം, ആ റൂമിന്റെ അത്രയും വലിപ്പത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്ര ഇല്ല ശരിക്കും. അപ്പൊ അതിലാണ് നമ്മളിപ്പോ ഇത്രയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 48 ക്രാബിന് സെറ്റ് ചെയ്യാനുള്ളതുണ്ട് ഇപ്പൊ ഇവിടെ കാണുന്നത്. പക്ഷെ എന്നാലും ഇപ്പൊ നിലവിലുള്ള 21 ആണ്. നമുക്ക് ആ ഒരു കൂട് സെറ്റപ്പ് ഒന്ന് കണ്ടു വന്നാലോ? അപ്പോ ഈ ഒരു സൈസ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. പിന്നെ അതേമാതിരി തന്നെ നമ്മള് മീഡിയം സൈസും അതേമാതിരി തന്നെ എക്സസൈസും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിന് മുമ്പ് അടുത്തതായിട്ട് നമുക്കൊരു ഫിൽട്രേഷൻ രീതി ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് കണ്ടു വന്നാലോ? ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്ന ഈ ഒരു പരിപാടിന്റെ പേര് റാസ് എന്നാണ്. RAS റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം എന്നാണ് പറയാ. നമുക്ക് ഇതിലിപ്പം ചെയ്യാൻ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. നമ്മൾ കുറച്ച് വെള്ളം മതി. ഈ വെള്ളം തന്നെ നമ്മൾ ശുദ്ധീകരിച്ചിട്ടാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. അപ്പം ഒരു 15 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു 1 മന്ത് കൂടുന്നതിനനുസരിച്ചിട്ട് വെള്ളം ലേശം മാറ്റി ഒരു 1/4 വെള്ളം മാറ്റി കയറ്റിയാൽ മതി. അതാണ്. ഓവർ വെള്ളമൊന്നും വേണ്ട ശരിക്കും. ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. നമ്മളൊരു ബാക്ടീരിയ സഹായത്തിലാണ് ഈ പറഞ്ഞ ഈ അമോണിയന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും സോൾവ് ചെയ്തിട്ട് വീണ്ടും ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടാങ്ക് സെറ്റിംഗ് ടാങ്ക് ആണ്. ഈ അടി കാണുന്ന ടാങ്ക്, ഈ കാണുന്നത് അടിയത്തെ
അപ്പൊ ഇതില് ഓവർഫ്ലോ വരുന്നതും പിന്നെ ഇതില് ഫുഡിന്റെ വേസ്റ്റ് ഇവരെ വേസ്റ്റ് ഇതെല്ലാം കൂടി ഈ ടാങ്കിലുള്ള ഇതിലോട്ടാണ് വരിക. ഇതിൽ നിന്ന് നമ്മളൊരു സബ്മേഴ്സിബിൾ പമ്പ് വെച്ചിട്ടുണ്ട്. ആ പമ്പ് ത്രൂ ഇവിടെ ഒരു കാനിസ്റ്റർ ഫിൽറ്റർ നമ്മൾ മേക്ക് ചെയ്തതാണ്. ആ കാണുന്ന ഒരു കാനിസ്റ്റർ ഫിൽറ്ററാ. അപ്പം അതിലൊരു 6-7 ഫിൽറ്റർ മീഡിയാസ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് വെള്ളം ഫിൽറ്റർ ആയിട്ട് ഇതിലോട്ടാണ് വരിക. ഇത് MBBR ടാങ്കാ. ഇവിടെ വെച്ചിട്ടാണ് ഈ അമോണിയന്റെ കൺവേർഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. MBBR ആണുള്ളത്. MBBR-ഉം പിന്നെ അതിലേക്ക് സ്ട്രോങ് എയറേഷനും കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അമോണിയന്റെ ഒരു പ്രശ്നം സോൾവ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ ടാങ്കിലോട്ട് വരും. ഈ ടാങ്കിലോട്ട് വരുമ്പോൾ ഇതിന് നല്ല ഫൈൻ വെള്ളം ഇരിക്കും. പിന്നെ ഇവിടെ നമ്മൾ യുവിന്റെ ഫിൽറ്റർ, ഓസോന്റെ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ നോക്കാനുള്ള സാധനം അതും കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 32 മുകളിലേക്കൊന്നും കൂടാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ കുറെ ആണെങ്കിൽ ഹീറ്റർ ഇവിടെ ഉണ്ട്, ഹീറ്ററും വെക്കും. അപ്പൊ തണുത്ത വെള്ളം നമ്മൾ ചൂടാക്കിയിട്ട് അതും പറ്റും. ഇവിടെ നേരെ സിസ്റ്റത്തിലോട്ടാണ് വീണ്ടും വെള്ളം പോകുന്നത്. ഇവിടുന്ന് നേരെ സിസ്റ്റത്തിലോട്ട് പോയി വെള്ളം പോകും. സർക്കിളാണ്. നമ്മള് ആ നല്ല രീതിക്കുള്ള ഒരു ഫിൽട്രേഷൻ ചെയ്തുകൊണ്ടാണ് വെള്ളത്തിന് നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കണ്ടില്ലേ? വെള്ളം നല്ല ക്ലിയർ. അതാ ഒരു ഫിൽറ്ററിന്റെ ഒരു ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ഫിൽറ്റർ ചെയ്തെടുക്കാൻ, ഇതേമാതിരി ഒരു ഫിൽറ്റർ ചെയ്തെടുക്കാൻ ഏകദേശം അപ്രോക്സ് എത്ര നമുക്ക് ബഡ്ജറ്റ് വരും? അപ്രോക്സ് എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു 80 ലിറ്ററിന്റെ ക്യാനില് ചെയ്തതാ. അതിലിപ്പം കുറെ ഫിൽറ്റർ മീഡിയാസ് ഉണ്ട്. അപ്പൊ എല്ലാ ഫിൽറ്റർ മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കോസ്റ്റ് വരും. എനിക്ക് കറക്റ്റ് കണക്ക് പറയാൻ അറിയില്ല. എങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണ നല്ലത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു 2 lakh 3 lakhന് അടുത്ത് അത്രയൊന്നും ഒരിക്കലും ഇല്ല. 1 lakhന്റെ ചോദ്യം. നമ്മൾ ഈ പരിപാടി തന്നെ ആകപ്പാട് ഒരു 1.5 റുപ്യന്റെ അടുത്തായിട്ടേ ഉള്ളൂ. കാണുന്ന പരിപാടി ഈ കാണുന്ന മുഴുവൻ അത് നമ്മൾ ചെയ്തതിനെ കൊണ്ടാണ്. ഇപ്പൊ ഈ പരിപാടി ഇത് സെറ്റപ്പ് ഒക്കെ അല്ലെ ഞാനൊരു കൂട്ടുകാരും കൂടി ചെയ്തതാ. പുറമേ ഒരാളെ വിളിച്ച് ചെയ്യിക്കുമ്പോ അതിനനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലേ? ഓക്കെ, നമ്മളിപ്പോ ഫിൽട്രേഷൻ രീതി കണ്ടു കഴിഞ്ഞു. നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇപ്പം കുറച്ച് മുന്നേ നമ്മൾ വീഡിയോയിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് അനുയോജ്യമായിട്ടുള്ള വെള്ളം. ആ വെള്ളം നമ്മൾ എന്താ പറയാ, നമ്മള് കൃത്രിമമായിട്ട് നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇപ്പം അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നോ, അത് നമുക്കൊന്ന് കണ്ടു വന്നാലോ? ഇതാണിപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന വെള്ളം. സാധാരണ മുന്നേ ഞാൻ കടൽ വെള്ളത്തിലായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ ഇനിയിപ്പോ എന്തായാലും കടൽവെള്ളം ചെയ്യാൻ പറ്റില്ല. ഫുള്ള് കലങ്ങിയിട്ടുണ്ട്. ഉപ്പിന്റെ അംശമൊക്കെ കുറവാ, ചളിയാ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാധാരണ കിണറ്റത്തെ വെള്ളം എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു 4-5 മിനറൽസ് ഉണ്ട്. ആ മിനറൽസ് ആഡ് ചെയ്തിട്ട് കല്ലുപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് എയറേഷൻ കൊടുക്കുമ്പോൾ ഇവർക്ക് വേണ്ട വെള്ളം നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പൊ ഒരു കടൽ വെള്ളം എന്നുള്ള ആ ഒരു സെറ്റപ്പ് തന്നെ. അതന്നെ. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്ന ഒരാൾക്ക് ഒരിക്കലും കടൽ വെള്ളം കിട്ടിയില്ല, പുഴവെള്ളം കിട്ടിയില്ല വെച്ചിട്ട് തുടങ്ങാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ചെയ്യുന്നത് ഇങ്ങനത്തെ വെള്ളത്തിലാണ്. ഓക്കെ, അതിപ്പോ നമുക്ക് എന്താ പറയാ, ഇതിപ്പോ ഒരാളിപ്പോ ഒരു തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാ അത് എത്തിച്ചു കൊടുക്കുക? എങ്ങനെയാ അത് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കലുണ്ട്. കൊറിയർ ചെയ്ത് കൊടുക്കുക. എങ്ങനെ അതിന്റെ കുറഞ്ഞ രീതിയിൽ ചെറിയ കൾച്ചറിങ് അങ്ങനെ? അല്ലല്ല, ഇതിന്റേതായ ഒരു 4-5 മിനറൽസ് ഉണ്ട്. അത് നമുക്ക് ലാബ് ഗ്രേഡും ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഗ്രേഡും ഉണ്ട്. ഈ 2 ഗ്രേഡ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതിപ്പോ ഒരു 1000 ലിറ്റർ വെള്ളം കലക്കാൻ ഇത്ര ഗ്രാമ വേണ്ടെന്നുള്ളത് തൂക്കി നോക്കി ഇൻഡിവിജ്വൽ ആയിട്ട് പാക്ക് ചെയ്തിട്ട് അതിൽ എഴുതിയിട്ട് നമ്മൾ കൊറിയർ ത്രൂ. ഓക്കെ, പിന്നെ എയറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവര് സെറ്റ് ആക്കുക. അത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും അല്ലേ? അടുത്തതായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മിനറൽസ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതേമാതിരി തന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്കൊരു ഫുഡിങ് രീതിയിലേക്ക് പോവാം. ഇവരെ ഫുഡ് കാര്യങ്ങൾ ഇപ്പൊ കൈ പിടിച്ചിരിക്കുന്ന ഈ ഒരു സൈസ് ഏതാ വരുന്നത്? ഇത് എക്സൽ 800 ഗ്രാം ടു 1 kg ഉള്ളിൽ വരുന്ന എക്സൽ കാറ്റഗറി ആണ്. ഫുഡ് കാര്യമായിട്ട് മീന് പിന്നെ നമുക്ക് ചെമ്മീനൊക്കെ ഗ്യാപ്പിൽ കിട്ടുമ്പോൾ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മീൻ ഐറ്റംസ് എന്തൊക്കെ കൊടുക്കാൻ പറ്റും അത് കൊടുക്കാം. അങ്ങനത്തെയാണ് കാര്യമായിട്ട് കൊടുക്കുക. അല്ല, ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ രീതി? സാധാരണ അത് നമ്മള് സിസ്റ്റത്തിലോട്ട് ഇട്ട് കൊടുക്കുന്ന കാരണം നമുക്ക് വെള്ളം വല്ലാണ്ട് ചീറ്റി വെക്കാനും പറ്റൂല. അപ്പൊ നമ്മള് സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെ തലയും കുടലും ചെതുമ്പലൊക്കെ പോക്കി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കും. അവര് കഴിക്കും. അവര് മുഴുവനായിട്ട് കഴിക്കും. അത് ഓരോ സൈസ് ഡിപ്പെൻഡ് ചെയ്തിട്ട്. അതായത് ഇപ്പൊ കൈ പിടിച്ചിരിക്കുന്ന ഈ ഒരു സൈസ് ഉണ്ടല്ലോ, ഈ ഒരു സൈസില് നമുക്ക് എത്ര എണ്ണം കൊടുക്കും? ഇത് എങ്ങനെയായാലും ഒരു 10ന്റെ മുകളിലൊക്കെ കഴിക്കും ഒരു ദിവസം. അപ്പൊ ഒരു ദിവസം ഒന്നാണോ കൊടുക്കുക? ഒറ്റ ഒന്ന്? അങ്ങനെ 2 ടൈമായിട്ട് കൊടുക്കലുണ്ട്. 2 ടൈമായിട്ട് കൊടുക്കലുണ്ട്. രാവിലെയും രാത്രിയും കൊടുക്കും. രാത്രി അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാല് ഫുൾ കൂട് ഡ്രെയിൻ ചെയ്യും. വേസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്ത് ചെയ്യും, റിമൂവ് ചെയ്യും. പിന്നെ അത് ഒരു അമോണിയ ഫോം ചെയ്യുക അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് മൊത്തം ഒഴിവാക്കൂല. 2 മണിക്കൂറോടെ തന്നെ അത് ഒരുവിധ ആള് വിശപ്പുണ്ടെങ്കിൽ കഴിക്കും.
ഓഹോ, അങ്ങനെ കഴിക്കും അല്ലേ? കഴിക്കും. അതാണ് ഇതിന്റെ ഫുഡിങ് രീതി എന്ന് പറയുന്നത്. അത് നമ്മൾ മുറിച്ച് കൊടുക്കും. ചെമ്മീനൊക്കെ ആണെങ്കിൽ എങ്ങനെയാ? തല മാത്രം ഒഴിവാക്കിയിട്ട് കൊടുക്കും, ബാക്കിയെല്ലാം അവര് കഴിച്ചോളൂ അല്ലേ? അതാണ് ഇപ്പോഴത്തെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോസ്റ്റ് വളരെ കുറഞ്ഞുകൊണ്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് ചെയ്യണം, എന്നാലേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇത് കൊടുക്കുള്ളൂ. ഇപ്പൊ നിലവിൽ ഇപ്പൊ കൊടുക്കാനായോ? കൊടുക്കാൻ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു, കൊടുത്താണ്. ഇനിയിപ്പോ നമ്മളൊരു കറുത്തവാകുമ്പോഴത്തേന് കൊടുക്കും. ഓക്കെ, അത് ഓൾമോസ്റ്റ് അതൊക്കെ ആകുമ്പോഴേക്കും അത് കൊടുക്കാനുള്ള നമ്മള് ഇവിടുന്ന് മഡായിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഇത് തീരാനനുസരിച്ച് വാട്ടർ ക്രാബിനെ നമ്മൾ ആൾക്കാരെ കളക്ട് ചെയ്ത് കയറ്റുകയും ചെയ്യും. ഓക്കെ, ഇതെങ്ങനെയാ സീസൺ വൈസ് ആണോ? ശരിക്കും സീസൺ ഉണ്ടോ ഇനി? എനിക്ക് നിലവിൽ ഞാൻ തുടങ്ങിയിട്ട് ഒരു 8 മാസം എടുത്തായിട്ടേ ഉള്ളൂ. നിലവിൽ എനിക്ക് അങ്ങനെ ഒരു ഞണ്ട് കിട്ടാത്തൊരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താ വെച്ചാല് ഇപ്പം പല കേസുകളിലും ഇപ്പൊ പലതിലും അങ്ങനെയാണല്ലോ, ഒരു സീസൺ വൈസ് ആണല്ലോ. ഇപ്പൊ ഒരു ഫിഷ് കാറ്റഗറി ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് എന്താ പറയാ ബ്രീഡിങ് ടൈം എന്ന് പറഞ്ഞാൽ മഴക്കാലാണ്, ചൂടുകാലൊക്കെ വലിയ ബുദ്ധിമുട്ട് വരും. അതിനെന്തെങ്കിലും ചെയ്യേണ്ടല്ലോ? ഇപ്പൊ ചൂട് കൂടി കഴിഞ്ഞ പ്രശ്നമുണ്ട്. അപ്പൊ ചൂട് കുറയ്ക്കാനുള്ള രീതിയിൽ ഇപ്പൊ നേരത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഓലയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. തണുപ്പ് കൂടിയാലും അതും പ്രശ്നമുണ്ട്, അപ്പൊ ഹീറ്റ് ഇട്ട് കൊടുക്കും. ഓക്കെ, ഒരു മീഡിയം ലെവലില് ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ 27-28 ആ ഒരു ടെമ്പറേച്ചറിലൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ? ഇപ്പൊ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇത് വളർത്താൻ പറ്റും? ഇത് നമുക്ക് ഈ റാസ് സംവിധാനത്തിൽ ചെയ്യാൻ പറ്റും. ബക്കറ്റ് സിസ്റ്റം ഉണ്ട്. ബക്കറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ കാലത്തും വൈകിട്ടും ഒരു 50% വെള്ളം മാറ്റിയിട്ട് അതിന് ഫുഡും കാര്യങ്ങളും കൊടുക്കുന്ന പരിപാടിയാണ്. എനിക്ക് അതിനോട് വലിയൊരു യോജിപ്പില്ല. നമുക്ക് കാര്യങ്ങളൊന്നും വൃത്തിക്ക് പഠിക്കാൻ പറ്റില്ല. അമോണിയന്റെ ഫോർമേഷനും മറ്റുള്ള കൺവേർഷനും കാര്യങ്ങളൊന്നും അതിന് പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മതി. മറ്റേത് ആ വെള്ളം നമ്മൾ കളയണം. അതെങ്ങനെയാ ശരിക്കും? അത് മറ്റേ പൈപ്പിലാണോ? അങ്ങനെയാ? അല്ലാതെ ബക്കറ്റിൽ ഇട്ടിട്ട് എയറേഷൻ നെറ്റിനൊക്കെ ഇട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഈ ഒരു പരിപാടി റാസിനെ ചില ആൾക്കാർ PVC പൈപ്പിൽ ചെയ്യും വീട്ടത്തില്. പക്ഷെ അതും ഭയങ്കര മെനക്കെടാണ്. അതായത് അവരെ വലിപ്പത്തിന് കണക്കായിട്ട് കുറച്ച് റിസ്ക് അല്ലേ സത്യം പറഞ്ഞാൽ PVC പൈപ്പ് ചെയ്യുന്നത്? ആണ്, ഭയങ്കര റിസ്ക്. PVC പൈപ്പ് ഓൾറെഡി ആ ഒരു ലെങ്ത് വാങ്ങി 2 എൻ്റെ കേപ്പെടുമ്പോൾ തന്നെ ഒരു 5 രൂപയുടെ മുകളിലായി. പിന്നെ അത് ഫുള്ള് സെപ്പറേറ്റ് ചെയ്യണം, അതിന്റെ മുകളിൽ കൂടെ പൈപ്പ് പോകണം, ഇതെല്ലാം ഞണ്ട് കടിച്ചു പൊട്ടിക്കും. അങ്ങനെ കുറെ പ്രശ്നം. അപ്പൊ അത് കുറച്ചുകൂടി നല്ലത് ഈ ഒരു സിസ്റ്റം ആണ്. ഇതാകുമ്പോൾ നമുക്ക് റാക്കാണ്. റാക്കും ഇതിപ്പോ ഒരു ഏകദേശം ഒരു 10 റൂമിന്റെ പോലും സൈസ് ഇല്ല നിലവിൽ. നമുക്കൊരു 5 എണ്ണത്തിന് ചെയ്യാൻ 48 ബോക്സ് ആണ്. 48 ബോക്സിൽ മൊത്തത്തിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ഹൈറ്റ് നമ്മൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കൂട്ടാൻ പറ്റും. ഹൈറ്റ് കുറച്ച് നമുക്ക് കുറച്ചുകൂടി ഇതാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഞാൻ അധികം ഞണ്ടിന് ഇതിൽ ഇടാത്തതിന്റെ കാരണം ഞാൻ വേറെ പണിക്ക് പോകുന്ന. അപ്പൊ ഈ ഞണ്ടിന് തീറ്റ കൊടുക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് ഹൈറ്റിന്റെ ഒരു പ്രശ്നം വരുന്നതിനെ കൊണ്ടാണ് എപ്പോഴും ഈ ഒരു 3 ലൈന് 2 ലൈനിൽ ഞണ്ടിനെ കീപ്പ് ചെയ്യുന്നത്. അതാണ്, വേറെ ഒന്നല്ല. ഞാൻ വേറെ പണിക്ക് പോകും. ഏറ്റവും കുറച്ചുകൂടി ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു തന്നെയാണ്. ഇതാകുമ്പോ നമുക്ക് കുറഞ്ഞ ഏരിയയിൽ കൂടുതൽ ക്രാബിനെ സെറ്റ് ചെയ്യാം. നമ്മളിപ്പോ ഒരാൾ വന്ന് പറയാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വേണം, നമുക്ക് ഇങ്ങനെ ഒരു ഇത് വേണം, സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് നിലവിൽ ഞാൻ കൊടുക്കുന്നില്ല. നമ്മൾ അതിന് വേണ്ട ഐഡിയാസോ ഇൻസ്ട്രക്ഷൻസോ ക്ലാസ്സോ കാര്യങ്ങളോ അതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറയുമ്പോൾ എനിക്ക് വേറെ പണിയുണ്ട്, അത് കാരണമാണ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിലവിൽ ഇപ്പൊ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ക്ലാസ് കൊടുക്കും. പിന്നെ പോരാ തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളം ആർട്ടിഫിഷ്യലായിട്ട് സാൾട്ട് വാട്ടർ ചെയ്യാനുള്ള മിനറൽസ് ആവശ്യമാണെങ്കിൽ അത് കൊടുക്കും. ഓക്കെ, ആ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിക്കും? അത് എന്താ പറയാ, ഒരാൾക്കായിട്ടാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയാ? അതിപ്പോ എത്ര പേരാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് ഒരാൾക്കായാലും 10 ആൾക്കായാലും എത്ര പേർക്കായാലും ഇവിടെ വരണം. എന്തായാലും നമ്മള് അറിയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇപ്പൊ അത് അവര് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇവിടെ വന്ന് ഇരിക്കണമെന്നേ ഉള്ളൂ. ഓൺലൈനായിട്ടൊന്നും ചെയ്തിട്ട് കാണണം, കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എങ്ങനെയാണ് അതിന്റെ ഫിൽറ്റർ സിസ്റ്റം, എങ്ങനെയാണ് അതിന്റെ ഫിൽറ്റർ ആണ് അതിന്റെ മെയിൻ. അതാണ് ഇപ്പൊ നേരത്തെ കണ്ടല്ലോ, വെള്ളം കണ്ടില്ലേ, വെള്ളം അത്ര ക്ലിയർ വരാനുള്ള കാരണം നമ്മളൊരു ഫിൽറ്ററിന്റെ ആ ഒരു ഗുണം കൊണ്ടാണ്. അപ്പൊ അതെല്ലാം കണ്ട് മനസ്സിലാക്കണേ ശരിക്കും ഡയറക്റ്റ് വരണം. ഇവിടെ തന്നെ വന്നാലേ ഓൺലൈനായിട്ടുള്ള ഒരു പരിപാടി ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒരു വിഷയമില്ല. പക്ഷെ ഈ ക്ലാസ് ഞാൻ ഓൺലൈനായിട്ട് കൊടുക്കാറില്ല. ഓഫ്ലൈൻ ആയിട്ട് എത്ര വേണമെങ്കിലും. അത് ദിവസങ്ങളുണ്ടോ? ഞായറാഴ്ച ഞാൻ സാധാരണ സൺഡേസിലാണ് ഫ്രീ ആവുക. അപ്പം സൺഡേസിൽ വരികയാണെങ്കിൽ സൺഡേസിൽ എടുത്തു കൊടുക്കും. ഈ വരുന്ന ആളെ സംശയം എപ്പോഴാണോ തീരുന്നത് അപ്പോഴേ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുള്ളൂ. സൺഡേസ് ആണ് കൂടുതലായിട്ട് ഉള്ളത്. അപ്പം എന്താ പറയാ, ആ സമയത്ത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ചെയ്യും അല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതലില്ലെങ്കിൽ കൂടി നമ്മൾ കാര്യങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇതെങ്ങനെയാ തുടങ്ങേണ്ടതെന്നും എത്രയാണ് ബഡ്ജറ്റ് വരുന്നതെന്നും പിന്നെ അതേമാതിരി തന്നെ ഏതൊക്കെ രീതി ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുന്നുണ്ടെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ആദ്യം തന്നെ വിഷു കുട്ടികളൊക്കെ എന്തായാലും അടിപൊളി ആവട്ടെ. കാരണം ഇനിയും 48 എന്നുള്ളത് അതിന് മുകളിലേക്ക് എത്തട്ടെ നല്ലൊരു ആശംസയാണ്. അപ്പൊ എന്തായാലും നിങ്ങളെ നമ്പർ ഞാൻ ഈ വീഡിയോക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ ഞാൻ കൊടുക്കും. അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു
സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും പിന്നെ അതേപോലെ തന്നെ ക്ലാസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ കൂടുതൽ ഞങ്ങളെ ദീർഘിപ്പിക്കുന്നില്ല. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊടുക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ